ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്സസൈസ് 1.2 പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഇതിന് മുന്നത്തെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 6, 7, 8 പേജ് നമ്പറിലെ പ്രോബ്ലംസ് അത് ശരിക്കും നിങ്ങൾ കാണുക. അത് കണ്ട് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആയിരിക്കണം ഈ ഒരു എക്സസൈസ് ചെയ്ത് നോക്കാനായിട്ട്, എന്നാലും നിങ്ങൾക്ക് കാര്യം പിടികിട്ടത്തുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക, ഡീറ്റെയിൽസ് അവിടെ തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. എക്സസൈസ് 1.2 പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്: പ്രൂവ് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. നമുക്കറിയാമല്ലേ √5 ഇറാഷണൽ ആണ്. നമുക്ക് ഇനി അതൊന്ന് പ്രൂവ് ചെയ്തെടുക്കണം. ഓക്കെ, സോ നോക്കിക്കേ, നമ്മൾ ഇവിടെ കോൺട്രഡിക്ടറി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എന്താണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് തൊട്ട് മുന്നത്തെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പ്ലേലിസ്റ്റ് കയറി ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, സോ ഞാൻ അസ്യൂം ചെയ്യാണ്. ലെറ്റ് us assume to the contrary. Let us assume to the contrary. Assume to the contrary. നമ്മൾ എങ്ങനെയാണ് അസ്യൂം ചെയ്തേക്കുന്നത്? കോൺട്രറി ദാറ്റ് നമുക്ക് റാഷണൽ ഇറാഷണൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഞാനത് √5 റാഷണൽ എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണ്. കോൺട്രറി ദാറ്റ് √5 ഈസ് റാഷണൽ. √5 എന്താണ്? റാഷണൽ എന്ന് പറഞ്ഞിട്ട് എടുക്കുവാണ്. √5 ഈസ് റാഷണൽ. സോ വി ക്യാൻ ഫൈൻഡ് കോപ്രൈംസ്. നമുക്ക് കോപ്രൈംസ് എടുക്കാം. എ ആൻഡ് ബി where b not equal to 0 such that റാഷണൽ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു നമ്പറിനെ എഴുതുക? റാഷണൽ നമ്പറിനെ p/q ഫോമിൽ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇൻറ്റിജേഴ്സ് ആയിട്ട് എയും ബിയും ആണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് √5നെ നമുക്ക് എങ്ങനെ എഴുതാം? a/b എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അന്നേരം നമുക്ക് എന്ത് കിട്ടും? √5 × b = a. സ്ക്വയർ ചെയ്യുക. സ്ക്വയറിങ് ചെയ്യുമ്പോൾ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് √5ൻ്റെ സ്ക്വയർ എന്താ? 5. ബിൻ്റെ സ്ക്വയർ എന്താ? b² = എൻ്റെ സ്ക്വയർ എന്താ? a². 5b² = a². ഇക്വേഷൻ 1 എന്നിരിക്കട്ടെ, അവിടെ ഇട്ടുന്നോട്ടെ. ഓക്കെ, ഇനി നോക്കിക്കേ, 5 × b² = a² എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ 5 × b² ആണ് a² അല്ലേ? അപ്പോൾ അതിൻ്റെ മീനിങ് a²നെ 5 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അതായത് 5b² = a² അല്ലേടാ? അവിടെ നിന്ന് b² = a² ഡിവൈഡഡ് ബൈ 5. ഈ a²നെ 5 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നോക്കിക്കേ, 5 × 20 = 100 ആണെന്ന് നമുക്കറിയാം. 5 × 20 = 100 ആണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇതാണ് എൻ്റെ പ്രൈം നമ്പറേ. ഇത് ഏതാണ്? b². ഇതെൻ്റെ a² എന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി ഈ 100നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ 5 × 20 = 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 എന്ന് പറയുന്നതിന് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. ഈ 5b² = a² ആണ് എന്നുണ്ടെങ്കിൽ a² ഈസ് ഡിവിസിബിൾ ബൈ 5. ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതിനെ? ഈ a²നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ, ഡിവിസിബിൾ ബൈ 5. ഇനി നമുക്കൊരു തിയറം ഉണ്ട്. അപ്പോൾ തിയറം 1.2 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള തിയറമാണേ. അപ്പോൾ 5b² = a² ആണെങ്കിൽ a² ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ ബൈ തിയറം 1.2 a ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും കേട്ടോ. ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. ഇവിടെ a² ടീച്ചർ 100 ആയിട്ടല്ലേ എടുത്തത്? a എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട്, 100ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 10. 10നെ നമുക്ക് ഈ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. എത്ര കിട്ടും? 2 കിട്ടും. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. a² ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ a ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. സോ a എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. സോ ഇവിടെ a എന്ന് പറയുന്നത് എന്തായിരുന്നു? 10. 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് 5 × 2 എന്ന് എഴുതിക്കൂടെ? അതുപോലെ a = 5 × c for some integer c. ഏതോ ഒരു ഇൻറ്റിജറിൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്ത്? ഇൻറ്റിജറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് a.
ഓക്കെ, സീൻ്റെ വാല്യൂ 1 2 3 4 എന്ത് വേണേലും ആകാം. ഓക്കെ, സോ എനിവൈസ് എ ഈക്വൽ ടു 5c ആണ്. അപ്പോൾ അവിടെ നിന്ന് എ സ്ക്വയർ പറഞ്ഞേ, എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 5 സ്ക്വയർ 25, c സ്ക്വയർ c സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം 5b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ അല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം? 5 b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 25 c സ്ക്വയർ ആണല്ലോ. അവിടെ നിന്ന് ബി സ്ക്വയറിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച്. സോ അവിടെ നിന്ന് ബി സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 25, ഈ 5 ഇപ്പുറത്ത് ഈക്വൽ ടു ഇപ്പുറത്ത് ഡിവൈഡഡ് ബൈ 5 സി സ്ക്വയർ. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 5, 1 5 ആർ 5, 5 5 ആർ ആണ് 25. ഓക്കെ, അന്നേരം നമുക്ക് എന്ത് കിട്ടും? ബി സ്ക്വയർ ഈക്വൽ ടു 25 സി സ്ക്വയർ. ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതേ ഇത് ഇങ്ങ് ചെയ്താൽ മതി. 25 ഡിവൈഡഡ് ബൈ 5, 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയാം, 5 5 ആർ ആണ് 25. ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിച്ചാലും മതി കേട്ടോ. സോ ബി സ്ക്വയർ ഈക്വൽ ടു 25 സി സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? ബി സ്ക്വയർ ഈക്വൽ 25 സി സ്ക്വയർ എന്ന് വെച്ചാൽ ബി സ്ക്വയർ ഈസ് 25 അല്ലല്ലോടെ, ഇവിടെ 5 അല്ലേ? ഈക്വൽ ടു 5 സി സ്ക്വയർ. ദാറ്റ് ഈസ് ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5. ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ ബൈ തിയറം 1.2 ബി ഈസ് ഓൾസോ divisible by b is also divisible by 5. ഓക്കെ ഓക്കെ, നമുക്ക് നേരത്തെ എന്താ കിട്ടിയത്? എ ഈസ് ഡിവിസിബിൾ ബൈ 5, ഇപ്പോൾ ബി ഈസ് ഡിവിസിബിൾ ബൈ 5. അതായത് എന്താണ്? എ ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് എ എന്ന് പറയുന്നത് 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ബി എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 5 എന്ന് വെച്ചാൽ ബി എന്ന് പറയുന്നത് 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ? അങ്ങനെയല്ലേ വന്നേക്കുന്നത്? ദാറ്റ് ഇംപ്ലൈസ് എ ആൻഡ് ബി have at least 5 as a common factor. 5 as a common factor. ഓക്കെ, അപ്പോൾ എയും ബിയും 5 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, എനെയും ബിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? എക്കും ബിക്കും 5 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. നമ്മൾ നേരത്തെ എങ്ങനെയാണ് എടുത്തത്? എ ബൈ ബി എന്ന് പറയുന്നത് കോ പ്രൈംസ് ആയിട്ടാണ് എടുത്തത്. അതിൻ്റെ മീനിങ് എന്താ? എക്കും ബിക്കും 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടർ ഇല്ല. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എക്കും ബിക്കും 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടർ കൂടെ ഉണ്ട്. 5 എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടർ കൂടെ ഉണ്ട്. പക്ഷേ ബട്ട് ദിസ് കോൺട്രഡിക്ട്സ് അല്ലേ? ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. എന്തിനെ? എയും ബിയും എന്ന് പറയുന്നത് കോപ്രൈം ആണ് എന്നതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു അല്ലേ? എയും ബിയും കോപ്രൈം ആണെങ്കിൽ 1 മാത്രമേ വരത്തുള്ളൂ അവിടെ കോമൺ ഫാക്ടർ ആയിട്ട്. പക്ഷെ നമുക്കിവിടെ എന്താ വന്നത്? 5ഉം കൂടെ കോമൺ ഫാക്ടർ ആയിട്ട് വന്നു. സോ ബട്ട് ദിസ് കോൺട്രഡിക്ട്സ് ദ fact that A and B are coprime. This contradiction arises. എന്തുകൊണ്ടാണ് arise ചെയ്തത്? നമ്മൾ എന്തെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തത്? because we have assumed. നമ്മൾ എന്താ അസ്യൂം ചെയ്തേ? we have assumed root 5 is rational. ഇപ്പോൾ root 5 റാഷണൽ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇവിടെ ഒരു കോൺട്രഡിക്ടറി വന്നത്. എയും ബിയും കോപ്രൈം അല്ല എന്നുള്ളൊരു കോൺട്രഡിക്ടറി വന്നത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ പറയാം? വിച്ച് ഇംപ്ലൈസ് എന്താണ്? റൂട്ട് 5 എന്ന് പറയുന്നത് റാഷണൽ ആണോ? അല്ല, റൂട്ട് 5 ഈസ് ഇറാഷണൽ. റൂട്ട് 5 എന്ന് പറയുന്നത് എന്താണ്? ഇറാഷണൽ ആണ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് 3 + 2 റൂട്ട് 5 ഈസ് ഇറാഷണൽ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ അതിനകത്ത് നിന്ന് ഈ റൂട്ടിനകത്ത് കിടക്കുന്ന വാല്യൂ ഉണ്ടല്ലോ അതിനെ സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ. സോ നമുക്ക് ചെയ്യാം. സോ ലെറ്റ് us assume to the contrary that 3 plus 2 root 5 is rational. Okay,
റാഷണൽ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. സോ വി ക്യാൻ ഫൈൻഡ് കോപ്രൈം ഇൻറ്റിജേഴ്സ്. സോ വി ക്യാൻ find coprime integers. We can find coprime integers a and b, where b not equal to 0, such that നമുക്ക് എങ്ങനെ എടുക്കാം? 3 plus 2 root 5 equal to എങ്ങനെ എടുക്കാം? a by b. നമുക്കറിയാം റാഷണൽ നമ്പർ ആണെങ്കിൽ എങ്ങനെ എഴുതാടോ അതിനെ a by b ഫോമിലോട്ട് എഴുതാം. അപ്പോൾ എയും ബിയും ഒരു ഇൻറ്റിജേഴ്സ് ആണ്, മാത്രമല്ല അവ കോപ്രൈം കൂടെയാണ്. കോപ്രൈംസ് എന്ന് പറയുമ്പോൾ 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടർ അതിന് കാണാൻ പാടില്ല കേട്ടോ. അപ്പോൾ 3 plus 2 root 5 is equal to a by b. അപ്പോൾ a by b എന്ന് പറയുമ്പോൾ a into 1, b എന്ന് പറയുമ്പോൾ b into 1. ഇവയ്ക്ക് 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടർ ഇല്ല. അത് അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ കോപ്രൈംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2/3ക്ക് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊരു കോമൺ ഫാക്ടേഴ്സ് അവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ കോപ്രൈമുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ട് അസ്യൂം ചെയ്തത്? 3 plus 2 root 5 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടാണ് അസ്യൂം ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് റൂട്ട് 5ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ വി ഹാവ് 2 root 5 is equal to a by b, ഈ പ്ലസ് 3 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ -3 ആണല്ലോ. ഇനി 2 root 5 ഈക്വൽ ടു a by b -3 അല്ലേ? അവിടെ നിന്ന് റൂട്ട് 5 is equal to എന്താ? 2 ഇവിടെ ഈ 2 ഇൻറ്റു ആണ്, അത് ഇവിടെ ഇങ്ങനെ കൊടുക്കുക, ഒരു ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക. ഇത് ഇപ്പുറത്ത് വരുമ്പോൾ 1/2 ആകും. 1/2 ഇൻറ്റു a by b -3. ഓക്കെ, ഇത് മനസ്സിലായോ? നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് മനസ്സിലായോ? ഇപ്പോൾ എ എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് വെച്ചാൽ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണോടാ? സി ഈ എ ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ എ ആകും. അത്ര തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. a by b -3 നമ്മൾ എഴുതി. ഇവിടെ 2 ഇൻറ്റു റൂട്ട് 5, അവിടെ നിന്ന് റൂട്ട് 5 ഈക്വൽ ടു ഈ 2 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആകും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് എനിക്ക് ടീച്ചർ കാണിച്ചു തരാം. കാരണം ഈ സ്റ്റെപ്സ് പോലും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ എഴുതാം. സോ റൂട്ട് 5 is equal to ഈ 1 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. ഇൻറ്റു a by b -3. ഇപ്പോൾ റൂട്ട് 5ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലേ? അപ്പോൾ റൂട്ട് 5 is equal to 1/2 a by b -3, which is equal to 1/2 ഇൻറ്റു ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. a എന്ന് പറയുന്നത് a by b, ഇവിടെ 3/1. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അന്നേരം നമുക്ക് എന്ത് കിട്ടും? a മൈനസ് ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3b ഡിവൈഡഡ് ബൈ b ഇൻറ്റു 1, ദാറ്റ് ഈസ് b. ഈ ബിയും ഈ 1ഉം കേട്ടോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അന്നേരം നമുക്ക് എന്താ കിട്ടിയത്? റൂട്ട് 5 is equal to 1/2 ഇൻറ്റു a - 3b ഡിവൈഡഡ് ബൈ b എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. നമുക്കറിയാം എയും ബിയും 3യും ഒക്കെ ഇൻറ്റിജേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ a - 3b ബൈ b ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇൻറ്റിജേഴ്സ് മീൻസ് ഒരു റാഷണൽ നമ്പർ ആയിരിക്കും കിട്ടുക. സോ വിച്ച് ഇംപ്ലൈസ് 1/2 ഇൻറ്റു a - 3b ഡിവൈഡഡ് ബൈ b ഈസ് വാട്ട്? റാഷണൽ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. റാഷണൽ അല്ലേ? അപ്പോൾ 1/2 ഇൻറ്റു a - 3b ബൈ b റാഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? റൂട്ട് 5 ഈസ് റാഷണൽ. അങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പക്ഷേ ആക്ച്വലി റൂട്ട് 5 റാഷണൽ ആണോ? അല്ല, അല്ലേ? അപ്പോൾ വിച്ച് ഇംപ്ലൈസ് റൂട്ട് 5 ഈസ് റാഷണൽ. റൂട്ട് 5 എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി? റാഷണൽ എന്ന് പറഞ്ഞിട്ട് കിട്ടി. പക്ഷേ ഇത് തെറ്റല്ലേ? ആണ്. സോ ബട്ട് ദിസ് contradicts. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബട്ട് ദിസ് contradicts the fact എന്താണ്? ഫാക്ട് ദാറ്റ് റൂട്ട് 5 ഈസ് ഇറാഷണൽ. റൂട്ട് 5 ഓൾറെഡി ഇറാഷണൽ ആണ്. പക്ഷെ നമുക്കിപ്പോൾ എയും ബിയും ഒക്കെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു വാല്യൂ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത് റൂട്ട് 5 റാഷണൽ എന്നാണ്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഇറാഷണൽ. സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്തെന്ന് പറയാം? 3 പ്ലസ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 root 5 എന്ന് പറയുന്നത് എന്താണ്? റാഷണൽ ആണോ? അല്ല, ഇറ്റ് ഈസ് ഇറാഷണൽ. റൂട്ട് 5 ഇറാഷണൽ ആണ് എന്നുണ്ടെങ്കിൽ 3 + 2 root 5 എന്ന് പറയുന്നത് ഇറാഷണൽ തന്നെയായിരിക്കും. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ദ ഫോളോയിങ് ആർ ഇറാഷണൽസ്. ഫസ്റ്റ് 1/√2, സെക്കൻഡ് 7 root 5, തേർഡ് 6 + √2. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് ചെയ്യാം.
എന്താണ് 1/√2 അല്ലേ. സോ 1/√2 നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ലെറ്റ് us assume to the contrary that നമ്മൾ എങ്ങനെ എടുത്തു 1/√2 is rational, 1/√2 rational എന്ന് പറഞ്ഞിട്ട് എടുത്തു. ഓക്കെ, സോ വി ക്യാൻ ഫൈൻഡ് കോപ്രൈംസ്. നമുക്ക് രണ്ട് കോപ്രൈംസിൻ്റെ ഫ്രാക്ഷനായിട്ട് നമുക്ക് എഴുതാം. ഏതിനെ? 1/√2നെ. സോ വി ക്യാൻ ഫൈൻഡ് കോപ്രൈം integers a and b where b not equal to 0 such that നമുക്ക് എങ്ങനെ എഴുതാം? 1/√2 is equal to a/b എന്ന് എഴുതാം അല്ലേ. എഴുതിക്കൂടെ? എങ്ങനെ എഴുതിക്കൂടെ? എഴുതാം. കാരണം നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ട് എടുത്തേക്കുന്നത്? റാഷണൽ എന്ന് പറഞ്ഞിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൽ നിന്ന് നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റും. p യും q രണ്ട് ഇൻറ്റിജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ അതുപോലെ 1/√2നെ ഞാൻ എന്തെന്ന് പറഞ്ഞിട്ട് എടുത്തു? a/b എന്ന് പറഞ്ഞിട്ട് എടുത്തു. ഓക്കെ, ഇനി ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1/√2 is equal to a/b ആണെങ്കിൽ √2 is equal to എന്തുമായിരിക്കും? ഇവിടെ b/a ആയിരിക്കും അല്ലേ. ഇപ്പോൾ x/y equal to a/b ആണെങ്കിൽ y/x is equal to b/a ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ 1/√2 is equal to a/b ആണെങ്കിൽ √2/1 is equal to b/a. √2/1 എന്ന് പറഞ്ഞാൽ √2 is equal to എന്താണ്? b/a. കിട്ടിയില്ലേ? √2 is equal to b/a എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാം. അപ്പോൾ √2 into a is equal to b അല്ലേ. √2 a equal to b. ദെൻ ഇതിനെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ സ്ക്വയറിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയറിങ് ചെയ്യുമ്പോൾ 2 into a² is equal to √2ൻ്റെ സ്ക്വയർ 2 ആണ്. a സ്ക്വയർ is equal to എന്താണ്? b². ഓക്കെ, ക്ലിയർ. സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 2a² is equal to b² അല്ലെങ്കിൽ b² is equal to 2 into a² ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? b² is divisible by 2. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ റീസൺസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ഇവിടെ പറയുന്നില്ല. സോ b² equal to 2a² എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് b² is which implies b² is divisible by 2. b² is divisible by 2. b² divisible by 2 ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ബൈ തിയറം 1.2 b is divisible by 2. b യും divisible by 2 ആയിരിക്കും. divisible by 2. അതുകൊണ്ട് നമുക്ക് ബിനെ എങ്ങനെ എഴുതാം? 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. b is equal to 2 into c. For c is some integer. c എന്ന് പറയുന്നത് എന്താണ്? some integer. ഓക്കെ, b equal to 2c. സ്ക്വയർ ചെയ്തേ by which implies സ്ക്വയറിങ് ചെയ്യുമ്പോൾ b² is equal to 2 ൻ്റെ സ്ക്വയർ 4, c ൻ്റെ സ്ക്വയർ c². b² equal to 4c². അല്ലേ. നമുക്കറിയാം b² is നമ്മളിവിടെ നേരത്തെ എഴുതിയ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. b² equal to 2a² എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്നത് അല്ലേ. b² is equal to 4 into c². So നമുക്കറിയാം ഇവിടെ കണ്ടോ 2a² equal to b² അല്ലേ. we have 2a² is equal to b². അപ്പോൾ ഇവിടെ b²ന് 4c² അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. which implies 2a² is equal to b²ന് പകരം എന്ത് കൊടുക്കാം? 4c². 4 into c². ഓക്കെ, 2a² is equal to 4c². അവിടുന്ന് a² is equal to 4/2 into c². അപ്പോൾ 4 divided by 2 എന്താ? 1 2s are 2, 2 2s are 4, 2 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? which implies a² is equal to 2c². a² is equal to 2c². അപ്പോൾ a² is equal to 2c² എന്ന് വെച്ചാൽ a is divisible, a² is divisible by
A square is divisible by 2, which implies A is divisible by 2. A is divisible by 2. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എയും ബിയും. അപ്പോൾ ഇവിടെ എ ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്താ കിട്ടിയത്? ബി ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ എയും ബിയും ബോത്ത് ആർ ഡിവിസിബിൾ ബൈ 2 എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? which implies 2 divides both A and B. 2 divides both A and B. എനെയും ബിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ നമ്മൾ എന്തെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തത്? എ ബൈ ബി, എയും ബിയും കോപ്രൈംസ് എന്ന് പറഞ്ഞിട്ടാണ് അസ്യൂം ചെയ്തത്. പക്ഷെ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? എക്കും ബിക്കും എന്ത് 1നെ കൂടാതെ മറ്റൊരു കോമൺ ഫാക്ടർ ആയിട്ടുള്ള 2 കൂടെ ഉണ്ട്. അതായത് എയും ബിയും എന്തല്ല? കോപ്രൈംസ് അല്ല എന്നാണ് കിട്ടിയേക്കുന്നത്. സോ വിച്ച് ഇംപ്ലൈസ് എ ആൻഡ് B have at least 2 as a common factor. 2 as a common factor. But this contradicts the fact that A and B are co-prime. അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ കിട്ടിയ എന്താ? എക്കും ബിക്കും 2 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ കൂടെ ഉണ്ട്. പക്ഷേ അത് കോപ്രൈം എന്ന്, എയും ബി കോപ്രൈം ആണെന്നുള്ള ആ ഒരു ഫാക്റ്റിന് കോൺട്രഡിക്റ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ? അതിനെതിരെയായിട്ട് ആ ഒരു ഫാക്റ്റിന് ഓപ്പോസിറ്റായിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ആണല്ലോ. സോ നമുക്ക് എന്തെന്ന് പറയാം? വിച്ച് ഇംപ്ലൈസ്, നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേ? 1/√2 റാഷണൽ എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് കോൺട്രഡിക്ടറി ഇതാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? 1/√2 എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഇറാഷണൽ ആണ്. ഒരിക്കലും റാഷണൽ അല്ല, അത് ഇറാഷണൽ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ്? 7√5 ആണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 7√5 ഈസ് ഇറാഷണൽ എന്ന് പറഞ്ഞിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. പഴയതുപോലെ തന്നെയാണ്. ലെറ്റ് us assume to the contrary that 7√5 ഈസ് ഇറാഷണൽ. ഞാനത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ എഴുതുന്നില്ല കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. Let us assume to the contrary that 7√5 is irrational. So we can find coprime integers A and B such that 7√5 is equal to A divided by B. അവിടുന്ന് √5 കണ്ടുപിടിക്കുക. അപ്പോൾ √5 is equal to A divided by 7 ഇങ്ങ് താഴെ വരുവേ 7 into B. ഓക്കെ, നിങ്ങൾക്കറിയില്ലേ അത്? എക്സ് ഇപ്പോൾ 2x is equal to 6/3 ആണെങ്കിൽ x is equal to എന്താണ്? 6/2 into 3. ഇത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ A/7 into B. ഓക്കെ, വേർ 7, A and B ആർ എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. ഇവ ഇൻറ്റിജേഴ്സ് ആണ്. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് A/7B ഈസ് റാഷണൽ അല്ലേ? എയും ബിയും 7ഉം ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ A/7B റാഷണൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? √5 ഈസ് റാഷണൽ. √5 എന്ന് പറയുന്നത് റാഷണൽ എന്ന് പറഞ്ഞിട്ട് കിട്ടി. എന്തുകൊണ്ടാണ്? A/7B എന്ന് പറയുന്നത് റാഷണൽ ആകുമ്പോൾ √5 റാഷണൽ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. പക്ഷെ അങ്ങനെയാണോ? അല്ല. ബട്ട് ദിസ് കോൺട്രഡിക്ട്സ് the fact that √5 is irrational. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? √5 is irrational. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ 7√5 is irrational. 7√5 is irrational. അപ്പോൾ 7√5 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇറാഷണൽ തന്നെയാണ്. നമ്മൾ റാഷണൽ എന്ന് പറഞ്ഞിട്ട് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് √5 റാഷണൽ എന്നാണ്. പക്ഷേ ആക്ച്വലി അങ്ങനെയാണോ? അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ബട്ട് ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? 7√5 എന്ന് പറയുന്നത് ഇറാഷണൽ ആണ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്?
6 plus root 2 is irrational. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ 6 plus root 2 is irrational. നമ്മൾ എങ്ങനെ ചെയ്യും? Let us assume പഴയതുപോലെ തന്നെ കേട്ടോ. Let us assume to the contrary that 6 plus root 2 is rational. 6 plus root 2 is rational എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. സോ അതുകൊണ്ട് നമുക്ക് 6 പ്ലസ് റൂട്ട് ടുവിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ്റെ ബി, എ ബിയും കോപ്രൈംസ് ആണ്, എ ബൈ ബി ആയിട്ട് നമുക്ക് എഴുതാം. സോ അവിടെ നിന്ന് റൂട്ട് ടുവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. റൂട്ട് ടു ഇസ് ഈക്വൽ ടു എ ബൈ ബി, ഈ പ്ലസ് 6 ഇപ്പുറത്ത് വരുമ്പോൾ -6. സോ റൂട്ട് ടു ഇസ് ഈക്വൽ ടു 6നെ 6/1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ഇൻറ്റു 1 a മൈനസ് 6 ഇൻറ്റു ബി 6b ഡിവൈഡഡ് ബൈ ബി. ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ റൂട്ട് ടു ഇസ് ഈക്വൽ ടു a മൈനസ് 6b ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്കറിയാം എയും ബിയും 6ഉം ഒക്കെ ഇൻറ്റിജേഴ്സ് അല്ലേടാ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാം? implies a and b integers അല്ലേ, which implies a and b, b 6, a and b are integers. ഇവ integers ആണ്. integers ആയതുകൊണ്ട് തന്നെ a മൈനസ് 6b ഡിവൈഡഡ് ബൈ b എന്ന് പറയുന്നത് എന്താണ്? ഈസ് റാഷണൽ. ഇവ എന്താണ്? റാഷണൽ ആണ്. ഓക്കെ, സോ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഇത്രയും ടേം റാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് റൂട്ട് ടു ഈസ് റാഷണൽ അല്ലേ, റൂട്ട് ടു ഈസ് റാഷണൽ. സോ ബട്ട് ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട്, contradicts the fact root 2 is irrational. So നമുക്ക് എന്തെന്ന് പറയാം? So root 2 is irrational. okay അപ്പോൾ കിട്ടിയല്ലോ. സോ നമ്മുടെ എക്സസൈസ് 1.2 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതിയാവും. ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.